എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് അയക്കൂറ മത്സ്യമാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനാണ് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്യുക. വേറെ കാര്യമായിട്ട് ഒന്നും ഇതിലിടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫിഷെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. 2.5 ഗ്ലാസ് കൈമ റൈസാണ് എടുക്കുന്നത്. ബിരിയാണി നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അരി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് നേരം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി ഫ്രൈ ചെയ്യുക. നന്നായിട്ട് വറുത്തു. അതിന് ശേഷം തിളച്ച് അതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് സ്റ്റീം വന്നിട്ട് ഒരു വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ഓഫ് ചെയ്യുക. പുരട്ടി വെച്ച മത്സ്യമൊക്കെ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുക. വല്ലാതെ മുരിയേണ്ട ആവശ്യമില്ല. അധികം മൂക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒറ്റ സ്റ്റീം വന്നപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടി. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. വേറെ പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ തമ്മിൽ ഒട്ടാതെ ഇരിക്കാനാണ് അങ്ങനെ. ജാറിലേക്ക് ഒരു 11 പച്ചമുളക് ചേർത്തു. ഇനി കുറച്ച് വലിയ കഷ്ണങ്ങൾ ഇഞ്ചി ചേർത്തു. വെള്ളത്തിലും കൂടുതൽ ഒരു 2 ഇഞ്ചെങ്കിലും ഇഞ്ചി എടുത്തിട്ട് ചതക്കാൻ ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. 1/2 കപ്പോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഗ്രീൻ മസാല ഒക്കെ റെഡിയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നന്നായി സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം നന്നായി പൊടിച്ചെടുക്കുക. 4 സവാള എടുത്തു, 2 തക്കാളി എടുത്തു. എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ച പച്ച മസാല ചേർക്കുക. പച്ചമുളക്, മല്ലിയില, പുതിന ഇല എല്ലാം അരച്ചത് ചേർക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ച പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി വഴണ്ട് വന്ന് പച്ചമണം പോകുന്നത് വരെ. സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. സ്പൂൺ തൈരും ചേർക്കുക. ഉപ്പ്, മുളക് പൊടി, ലെമൺ ജ്യൂസ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് മത്സ്യ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. അധികം മുരിയിച്ച് വറുക്കരുത്, ഒരു പാകത്തിനേ വറുക്കാൻ പറ്റും. കവർ ചെയ്തൊക്കെ മത്സ്യ കഷ്ണങ്ങളൊക്കെ മസാലയിൽ കിടന്ന് പരളട്ടെ. വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യുക. ഇത് പൊട്ടാതെ നോക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് ഇതേ കുക്കറിൽ തന്നെ നമുക്ക് ലെയറായിട്ട് റൈസും ഒക്കെ ഇനി റൈസ് ചേർക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കുക. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന മാതിരി ചേർത്ത് കൊടുക്കുക. പക്ഷേ തലയും ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ റൈസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ബിരിയാണി പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലെയറാക്കി വെച്ച കുക്കർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ദം ചെയ്യുക. ടേസ്റ്റി ഫിഷ് ബിരിയാണി റെഡിയായി. അങ്ങനെ ബിരിയാണി റെഡിയായി. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ സാലഡ്, ചട്നി, പപ്പടം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിക്കിൾ വേണമെങ്കിൽ പിക്കിളും എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലുണ്ടാകും.